നമ്മുടെ ഈ കുടുംബ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായിട്ട് കൂടുതൽ സ്നേഹം പ്രത്യേക പരിഗണനയിലെടുത്തുകൊണ്ട് വീണ്ടും പിതാവ് സെബാസ്റ്റ്യൻ മാണിക്കയ്ക്ക് പിതാവ് ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹമാണ് ഈ മഹനീയ സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിക്കുക. വീണ്ടും പിതാവി ബഹുമാനപ്പെട്ട വികാരി എന്നീ കാര്യങ്ങൾ സ്വീകരിച്ച നമ്മുടെ ഇവിടുത്തെ കൈക്കാരൻ ശ്രീ ബെന്നി കരോട്ടുമാവിനി സിസ്റ്റർ ലിസി മരിയ, നമ്മുടെ ഇന്ന് ജൂബിലന്മാരായിട്ട് സന്നിഹിതരായിരിക്കുന്ന 25 വർഷവും 50 വർഷവും പൂർത്തിയാക്കിയവരായ ദമ്പതികളിൽ പ്രിയ സഹോദരന്മാർ, ഏറെ സന്തോഷകരമായ ഒരു നല്ല മുഹൂർത്തത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടവക സ്ഥാപിതമായതിൻ്റെ, പ്രത്യേകിച്ച് പുതിയ പള്ളി ആരംഭിച്ചതിൻ്റെ 50ാം വർഷത്തിലേക്ക് നമ്മളെ പ്രവേശിക്കുകയാണ്. നമ്മുടെ മുഖ്യശ്രീ പള്ളിയായ ഉടമാടൂരിൽ നിന്ന് സ്വതന്ത്ര ഇടവകയായിട്ട് വേർതിരിച്ചിട്ട് ഇത്രയും വർഷം നമ്മൾ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ നല്ലൊരു ഇടവക സമൂഹമായിട്ട് ഇന്ന് 9 വാർഡുകളിലും 27 കൂട്ടായ്മകളുമായിട്ട് ഏകദേശം 750 ഇടവകകളും കുടുംബങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത്തായ ക്രിസ്തീയ സമൂഹമായിട്ട് ഈ മുതിർക്കര നമുക്ക് മാറാൻ സാധിച്ചിരിക്കുകയാണ്. കടന്നു വന്ന നാടുകളെല്ലാം തന്നെ ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിലാളനയും പരിപോഷണവും അനുഗ്രഹവും ഈ പള്ളി കേന്ദ്രീകരിച്ച് നമുക്ക് ലഭിക്കുകയുണ്ടായി. നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന നാം എല്ലാവരും തന്നെ പള്ളി കേന്ദ്രീകൃതമായ ജീവിതത്തിൽ വിശുദ്ധ മാമോദീസ കൂദാശ തുടങ്ങി പിന്നീട് പ്രായത്തിൽ മുന്നോക്കം പോയതിനനുസരിച്ച് മറ്റു കൂദാശകളെ സ്വീകരിച്ച് ഒരു ക്രിസ്തീയ ദേവാലയ കേന്ദ്രീകൃതമായ ജീവിതമാണ് നമ്മളൊക്കെ അറിവ് നയിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത്രമാത്രം നമുക്ക് ദൈവികമായ രീതിയിൽ ആത്മീയമായ സമുദ്ധാരണത്തിൽ നിലനിർത്തുന്ന രീതിയിൽ ഈ പള്ളി നമുക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ ദൈവാനുഗ്രഹത്തിൻ്റെ നിർച്ചാലുകളായിട്ടുള്ളതായ സൽസമ്പന്നങ്ങളിലൂടെ നമ്മുടെ കർത്താവ് എന്നോളം നയിക്കുകയും വളർത്തുകയും പരിപാലിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് പോരുകയും ആ നല്ല ദൈവത്തെ നമുക്ക് കൂട്ടായ രീതിയിൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടവദിനത്തിലെ വിശുദ്ധ വരിയിലൂടെ ഞാൻ തന്നെ വിശുദ്ധി അർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി നൽകിയതായ ജീവിതവും ആ ജീവിതത്തെ സുന്ദരമാക്കാൻ വേണ്ടി കർത്താവ് തന്നെ കനിഞ്ഞു നൽകുന്നതായ സന്ദർഭങ്ങളും എല്ലാം അവിടുത്തെ മുന്തിയ സ്നേഹത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. സ്നേഹത്തിലാണ് കർത്താവിന് സഭ സ്ഥാപിതമായിരിക്കുന്നത്. കാരണം അവിടുന്ന് തന്നെ വലിയ നിറഞ്ഞ സ്നേഹത്തിൻ്റെ തിരുവതാരമാണ്. ആ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് പൂജാതനായിട്ട് അവൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് എമ്മനായിട്ട് ജനിക്കുമെന്ന് ദൈവം നമ്മോടുകൂടി. അപ്പോൾ നമ്മോടുകൂടിയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിരക്ഷയിലാണ് നമ്മുടെ എല്ലാവരുടെയും ഓരോ ദിവസത്തെയും ജീവിതവും ആരംഭിക്കുന്നതും അത് അവസാനിച്ചുകൊണ്ട് പൊതുജീവിതത്തിലേക്ക് പുത്തൻ ദിവസത്തിലേക്ക് പ്രവേശിക്കുക അനുഗ്രഹം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്രകാരം ദൈവികമായ സ്നേഹം അവിടുത്തെ അനുഗ്രഹദായമായ രീതിയിൽ നമ്മുടെ മേൽ വാരിക്കൂരി ചോദിച്ച് നമ്മളെ ഒന്നിച്ചു കൂട്ടി ഒരു ക്രൈസ്തവ സമൂഹമായിട്ട് അതും സ്നേഹവും സൗഹൃദവും സമാധാനവും സഹകരണവും യോജിപ്പും എല്ലാം നയിച്ചുകൊണ്ട് തന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ എല്ലാവരെയും പിടിച്ചിരിക്കുന്നതും നിയോഗിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ നിയോഗം കുടുംബങ്ങളിലൂടെ നമ്മൾ നിർവഹിക്കുന്നത് സ്നേഹത്തിൻ്റെ പശ്ചാത്തലം തന്നെയാണ്. ഏറ്റവും പുണ്യപൂർണമായ സ്നേഹം നമ്മൾ കാണുന്നത് പരിശുദ്ധ ത്രിത്വത്തിലാണ്. ഐക്യവും സ്നേഹവും ഒക്കെ ഭൂതലത്തിലേക്ക് വന്നത് കുടുംബത്തിലൂടെ. കുടുംബം തിരുക്കുടുംബത്തിൻ്റെ പ്രതിച്ഛായയിലാണ് നമ്മളെല്ലാവരും വാർക്കപ്പെടേണ്ടത്. നമ്മുടെ പള്ളി തന്നെ തിരുക്കുടുംബത്തിൻ്റെ ദേവാലയമാണ്. ആ തിരുക്കുടുംബത്തിൻ്റെതായ പരിരക്ഷയിൽ നമുക്കായിട്ട് കർത്താവ് നൽകിയ ജീവിതവും നമ്മളിലൂടെ പിറവി കണ്ടെത്തായ കുഞ്ഞുങ്ങൾക്കും ആ സ്നേഹവും സൗഹൃദവും ഒക്കെ നമ്മളെ കൈമാറ്റം ചെയ്തു കൊടുത്ത് വിശ്വാസ തനിമ ഒട്ടുതേ ചോർന്നു പോകാൻ നഷ്ടപ്പെടുത്താതെ ഉത്തരോത്തരം നമ്മുടെയൊക്കെ കർമ്മജീവിതത്തിൻ്റെ പാതയിലൊക്കെ വിശ്വാസത്തെ ഹൃദരിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ വാഹകരായിട്ട് പ്രകാശം യോജിപ്പിക്കുന്നവരായിട്ട് തീരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഓരോരുത്തരെയും ക്രൈസ്തവ ജീവിതം ഏറ്റവും ധന്യമായി തീരും. അതിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ
അത് 27 കൂട്ടായ്മകളായിട്ട് നമ്മളെ രൂപീകരിച്ചിട്ട് അതിലാ മാസം തോറും നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കണ്ടെത്തി അവിടെ സ്നേഹത്തിൽ നമ്മൾ ഒന്നാക്കി തീർത്തുകൊണ്ട് ആ സ്നേഹം ഒരു ബൃഹത്തായ രീതിയിൽ പ്രശോഭിതമാക്കേണ്ടതായ ഇടമാണ് നമ്മുടെ ഇടവക ദേവാലയം. ബഹുമാനപ്പെട്ട തെന്നിയച്ചൻ സൂചിപ്പിച്ചതുപോലെ ഇടവക ദേവാലയം സ്ഥാപിതമായതിൻ്റെ അന്ന് മുതൽ നമ്മുടെ പൂർവികര് ഈ ദേവാലയത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അവിടെ ജീവപര്യന്തം പരിശ്രമിച്ച് ഇതിൻ്റെ സൽഫലമൊക്കെ നുകരാനായിട്ട് അവസരം കിട്ടുന്നതായ ആളുകൾ നമ്മളൊക്കെയാണ്. ഇനി നമ്മളിലാണ്, ഈ തലമുറയിൽപ്പെട്ട നമ്മളിലാണ് ഇതിൻ്റെ പുരോഗതിയും വളർച്ചയും എല്ലാം തന്നെ നിലനിൽക്കുക. അവിടെയെല്ലാം നിങ്ങളുടെ ആത്മാ സഹകരണം ഉണ്ടാകണം. സ്നേഹവും സാഹോദര്യവും സഹിഷ്ണുതയും ക്ഷമാശീലവും ദൈവികമായ പുണ്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് ഉത്തമ കത്തോലിക്കരായിട്ട് കുടുംബപരമായ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ ദേവാലയത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടിയിട്ട് തുടർന്ന് നമുക്ക് പരിശ്രമിക്കാം. നിങ്ങളെല്ലാവരെയും പ്രത്യേകം ഞാൻ ഈ സുദിനത്തിൽ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവമായ കർത്താവ് അനുഗ്രഹദായകനായ നല്ല ദൈവം തുടർന്നും തൻ്റെ സവിശേഷമായ അനുഗ്രഹം നമ്മളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും നയിക്കട്ടെ, വഹിക്കട്ടെ എന്ന് ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ കുടുംബാംഗങ്ങൾക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ അനുഗ്രഹിക്കും.